ഇന്ത്യ ശ്രീലങ്ക പരമ്പരയിലെ അവസാന ഏകദിനം ഇന്ന് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 1:30-നാണ് മത്സരം. ആദ്യ 2 മത്സരങ്ങൾ വിജയിച്ച ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയിരുന്നു. കൂടുതൽ വിശദാംശങ്ങളുമായി ഹരീഷ്മയും തിരുവനന്തപുരത്തു നിന്ന്, ഒപ്പം സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അൻസ്ലയും ചേരുന്നു. ആദ്യം ഹരീഷ്മയിലേക്ക്. ഹരീഷ്മ, ആരാധകർ എത്തി തുടങ്ങിയിട്ടുണ്ടോ? അല്പസമയത്തിനകം സ്റ്റേഡിയത്തിൽ കാണികളെ പ്രവേശിപ്പിക്കും എന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഫിജി ഇന്ത്യ ശ്രീലങ്ക ഏകദിനത്തിന് വേണ്ടി കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം തന്നെ ഒരുങ്ങിയിരിക്കുകയാണ്. അല്പസമയത്തിനകം ഒരു 11:30 തന്നെ കാണികളെ സ്റ്റേഡിയത്തിലേക്ക് കടത്തി തുടങ്ങുന്നതായിരിക്കും. പക്ഷേ ഈ സ്റ്റേഡിയത്തിന്റെ പരിസരത്തൊന്നും കാണികളുടെ അത്ര വലിയ തിരക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നതാണ് ഇത്തവണത്തെ ഏകദിനത്തിൽ നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യം. വലിയ തിരക്ക് ഈ സ്റ്റേഡിയത്തിന്റെ പരിസരത്തും സമീപ പ്രദേശങ്ങളിലും ഇല്ല. ഈ വഴിയോര കച്ചവടങ്ങളും മറ്റ് ഇന്ത്യയുടെ ഫ്ലാഗുകളും തൊപ്പികൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വിൽക്കുന്ന ആൾക്കാരുടെ ഒരു കൂട്ടം കാണാൻ സാധിക്കുന്നുണ്ടെങ്കിലും കാണികളുടെ വലിയൊരു നിര നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ. ഇവിടെ നമുക്ക് കാണാം, അരങ്ങൊഴിഞ്ഞാലും ആരവം അടങ്ങില്ല എന്നുള്ള ഓൾ കേരള ധോണി ഫാൻസ് അസോസിയേഷന്റെ വലിയൊരു കട്ടൗട്ട് തന്നെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന്റെ മുന്നിലുണ്ട്. മറ്റ് കളിക്കാരുടെ കട്ടൗട്ടുകൾ, കോഹ്ലിയുടെ, ധോണി ഉൾപ്പെടെയുള്ള മറ്റ് കളിക്കാരുടെ കട്ടൗട്ടുകൾ കാണാനില്ലെങ്കിലും ധോണിയുടെ ഒരു വലിയ കട്ടൗട്ട് തന്നെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന്റെ മുന്നിലുണ്ട് എന്ന് തന്നെയാണ് അവരുടെ ഓൾ കേരള ധോണി ഫാൻസ് അസോസിയേഷന്റെ ആൾക്കാർ തന്നെ നമ്മളോടൊപ്പം ചേരുകയാണ്. ഇവിടെ മറ്റ് കളിക്കാരുടെ കട്ടൗട്ടുകളൊന്നും കാണാനില്ല. ഇത്തവണ തന്നെ വലിയൊരു എല്ലാവരും ഒരു ആവേശത്തിലായിരുന്നത് ധോണിയുടെ കട്ടൗട്ട് തന്നെയാണ് ഈ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ. എന്താണ് ഇത്തവണ ഇങ്ങനെ ഒരു കട്ടൗട്ട് വെക്കാനുള്ള ഒരു സാഹചര്യം? ശരിക്കും പറഞ്ഞാൽ ഇത്തവണയല്ല, ഞങ്ങൾ ഓൾറെഡി 2018 തൊട്ട് ഞങ്ങൾ വെക്കുന്നുണ്ട്. കഴിഞ്ഞ സെപ്റ്റംബറിൽ മാത്രമാണ് കോഹ്ലിയുടെയും രോഹിത്തിന്റെയും സഞ്ജുവിന്റെയും കട്ടൗട്ട് വന്നത്. ഞങ്ങൾ 5 വർഷമായിട്ട് ഓൾറെഡി ചെയ്യുന്നുണ്ട്. ഇനിയുള്ള വർഷങ്ങളിലും ധോണിയുടെ കട്ടൗട്ട് ഇവിടെ തന്നെ ഉണ്ടാവും. കാരണം ഞങ്ങൾ ഓൾറെഡി ഓൾ കേരള ധോണി ഫാൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞ സംഘടന, ചാരിറ്റി സംഘടനയാണ്. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ നടക്കും. ഞങ്ങൾ ഇതുപോലെ തന്നെ ഇവിടെ കണ്ടിന്യൂ ചെയ്തു പോകും. ധോണി അരങ്ങൊഴിഞ്ഞാലും ഞങ്ങളുടെ ആരവം അടങ്ങില്ല, അത് അവിടെ അങ്ങനെ തന്നെ ഉണ്ടാവും. ഇവിടെ മറ്റു കട്ടൗട്ടുകളൊന്നും ഇത്തവണ കാണാനില്ലല്ലോ, അത് എന്തുകൊണ്ടായിരിക്കും? കൂടുതലും ഈ 3 മാസം മുമ്പാണല്ലോ ഒരു ടൂർണമെന്റ് നടന്നത്. അന്ന് ഒരു ലെവലിൽ സെറ്റ് ചെയ്ത് വെച്ചതാണ്. പക്ഷെ ഇപ്പൊ ആ ഒരു ആവേശം ഇല്ല ആർക്കും. ശരിക്കും ഓൾറെഡി ടൂർണമെന്റ് ഡിസൈഡ് ആയി. അപ്പൊ അതിന്റെ തിരക്ക് കുറവുണ്ട്, ആൾക്കാരെ ഒരു ഉഷാറ് കുറവുണ്ട് മൊത്തത്തിൽ. അതുകൊണ്ടിട്ടായിരിക്കാം. പക്ഷെ ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. ഞങ്ങളുടെ ധോണി അണ്ണൻ ഇവിടെ ഉള്ളപ്പോൾ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവും. ഈ കേരളത്തിൽ നിന്ന് പല അങ്ങോളം ധോണി ഫാൻസ് എത്തുമോ അങ്ങോട്ട് കളി കാണാനായിട്ട്? ഇന്ന് കാസർഗോഡ് നിന്ന് കൊല്ലത്തും എല്ലായിടത്തും ആൾക്കാരുണ്ട്. ഞങ്ങൾക്ക് ഓൾ കേരള ധോണി ഫാൻസ് അസോസിയേഷന് 17 യൂണിറ്റ് ഉണ്ട്. ആ 17 യൂണിറ്റിലെ ആൾക്കാർ ഇത് കാണാനും ഇത് വെക്കാൻ വേണ്ടി, കളി കാണാൻ വേണ്ടി, നമ്മുടെ ഇന്ത്യ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങളിവിടെ എത്തിയിരിക്കുക. ഞങ്ങൾ എല്ലാ കൊല്ലമായിട്ട് ചെയ്യേണ്ട. ഇനി അടുത്ത കൊല്ലമായാലും ഇതിന് മുമ്പായാലും എല്ലാവട്ടും അണ്ണൻ്റെ കട്ടൗട്ട് ഇവിടെ കാണും. ഞങ്ങൾ ധോണി ഫാൻസ് ഇവിടെ കാണും. ധോണി ഇല്ലല്ലോ എന്നുള്ളത് അതിന് റീസൺ ഇല്ല ഞങ്ങളെ സംബന്ധിച്ച്. ധോണി ഇല്ലാത്തതൊന്നൊരു പ്രശ്നമല്ല, പക്ഷെ അരങ്ങൊഴിഞ്ഞാലും ധോണി ചേട്ടൻ ഈ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ തന്നെ ഉണ്ടെന്നാണ് ഇവരെല്ലാരും പറയുന്നത്. ഏത് നാട്ടിൽ നിന്നാണ് വരുന്നത്? ഞാൻ കാസർഗോഡ് നിന്നാണ്. കാസർഗോഡ് നിന്ന് വേറെ കളിക്കാരെയും കൂട്ടുകാരെ ഫാൻസും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്? ഓ അതെ അതെ, ഒരുപാട് പേര് ഇനിയും വന്നുകൊണ്ടിരിക്കുകയാണ്. പല ട്രെയിനുകളിലായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മൊത്തത്തിൽ ഈ ഒരു കാണികളുടെ ഒരു കുറവ് ഇത്തവണ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ, അത് എന്തുകൊണ്ടായിരിക്കും എന്നാണ് ഒരു അനുമാനം? സീരീസ് ഓൾറെഡി നമ്മൾ 2 മാച്ച് ജയിച്ചല്ലോ, അപ്പൊ അതിന്റെയൊക്കെ ഇത് ഉണ്ടാവുമായിരിക്കും. പിന്നെ ടിക്കറ്റ് റേറ്റ് ഒക്കെ ഉണ്ട്. പിന്നെ ഓരോരുത്തർക്കും പേഴ്സണൽ റീസൺസ് ഒക്കെ ഉണ്ടായിരിക്കും. നമ്മളെന്തായാലും കാണാൻ വന്നു അത്രേ ഉള്ളൂ. ഈ ഒരു കൊച്ചു ആരാധകൻ ഇവിടെ നിൽപ്പുണ്ട്. ധോണി ചേട്ടന്റെ ഭയങ്കര ഫാനാ ആണോ? ഏത് നാട്ടിൽ നിന്നാ വരുന്നത്? പാലക്കാട്. കൂട്ടുകാരൊക്കെ ആയിട്ടാ വന്നത്? ചേട്ടന്മാരൊക്കെ ആയിട്ട്. ഏറ്റവും അല്ല ഈ ധോണി ചേട്ടൻ മാറ്റുന്നത് അടുത്ത ഏറ്റവും ഇഷ്ടമുള്ള ആളാണ് ഈ കളിക്കുന്നതിൽ? രോഹിത് ശർമ്മ. സെഞ്ചുറി നേടുവോ? സെഞ്ചുറി ഹാഫ് സെഞ്ചുറി.
സ്വാഭാവികമായി വലിയ ആവേശം തന്നെയാണ് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലുള്ളത്. നമുക്ക് ഇങ്ങോട്ട് നോക്കിയാൽ അറിയാം, കാണികളുടെ ഒരു വലിയ തിരക്ക് കാണാൻ സാധിക്കുന്നില്ല. മുൻ വർഷങ്ങളെയൊക്കെ അപേക്ഷിച്ച് മൊത്തത്തിലൊരു തിരക്ക് കുറവ് സ്റ്റേഡിയത്തിലേക്ക് പോകുന്നവരുടെ കാര്യത്തിലൊക്കെ ഉണ്ടാകും. 11:30യോട് കൂടിയിട്ടാണ് ആളുകളെ പ്രവേശിപ്പിക്കുക. എങ്കിൽ തന്നെ ഒരു ആളുകളുടെ പൊതുവായ ഒരു തിരക്ക് കുറവാണ്. പക്ഷേ ഈ കച്ചവടം നടത്തുന്നതും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. അത്തരത്തിലുള്ള ആളുകളും ഉണ്ട്. കളി പക്ഷേ ഇന്ത്യക്ക് ഇന്ന് അനുകൂല കാര്യം, 2 മാച്ചുകൾ ഇന്ത്യ കിട്ടിയിരിക്കുന്നു. ഒരു സമ്പൂർണ്ണ വിജയം നേടിയാണ് ഇന്ത്യ ഇന്ന് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ അതിന്റെ ഒരു പ്രതീക്ഷ ഇന്ത്യൻ ആരാധകരും താരങ്ങളും എല്ലാം പങ്കുവെക്കുന്നുണ്ട്. നമുക്ക് ആളുകളോട് തന്നെ ചോദിക്കാം. What were your expectation regarding? Yeah, actually I am coming from the great place of Queen of Hills, Ooty. He is my sister's son. First time he is watching directly. I am second time coming. Very excited. Win India. Thank you so much. കളിയൊക്കെ ഇന്ത്യക്ക് അനുകൂലം തന്നെ ആയിരിക്കും. ഇന്ത്യക്ക് തന്നെ മാച്ച് കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ വ്യത്യസ്ത നാട്ടിൽ നിന്നാണ് ആളുകൾ കളി കാണാൻ വേണ്ടിയിട്ട് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലേക്ക് എത്തുന്നത്. പൊതുവെ ഒരു തിരക്ക് കുറവാണെങ്കിലും ഉള്ള ആളുകൾക്കൊക്കെ നല്ല ആവേശമുള്ളതായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ പല നിറത്തിലും വർണ്ണത്തിലും ഒക്കെ ഉള്ള ഇന്ത്യയുടെ കുപ്പായങ്ങൾ ധരിച്ചവരുണ്ട്. പല വ്യത്യസ്തങ്ങളായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചുള്ള ആളുകളൊക്കെ ഇവിടെ എത്തുന്നുണ്ട്. കളി എന്തായാലും ഇന്ത്യക്ക് അനുകൂലമാകുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ പോലീസുകാരുടെയൊക്കെ അതീവ സുരക്ഷകളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പൊതുവെ ആളുകളുടെ ഒരു തിരക്ക് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. എന്തായിരിക്കും ഇന്നത്തെ ഒരു കളിയുടെ ഒരു പ്രതീക്ഷ? ഇന്ത്യ ജയിക്കണം, പിന്നെ ജയിക്കണം തന്നെയാണ് ആഗ്രഹം. ഇന്ത്യ ജയിക്കണം എന്നാണ് ആഗ്രഹം. ഒരു സെഞ്ചുറി, ഒരു മാൻ ഓഫ് ദ മാച്ച് ഒക്കെ ആരായിരിക്കും എന്നാണ് ഒരു പ്രതീക്ഷ? മാച്ച് സൂര്യകുമാർ. എന്താണ് ഇത്തവണത്തെ ഒരു കളിയുടെ ഒരു പ്രതീക്ഷ? നമ്മൾ ജയിക്കോ? ആരാണ്? സെഞ്ചുറി അടിക്കും. കോഴിക്കോട് കോഴിക്കോട് നേരെയാ? താമരശ്ശേരി. ഗ്രൂപ്പായിട്ടാണോ വന്നത്? 3 ആൾക്കാരുണ്ട്. ഇവിടെ മുമ്പത്തെ കളിയൊക്കെ കാണാൻ വന്നിട്ടുണ്ടോ? ഫസ്റ്റ് ടൈം ആയിരുന്നു. എങ്കിലും ഒരു തിരക്ക് കുറവുകളൊക്കെ തോന്നുന്നുണ്ടോ? ടിക്കറ്റിന്റെ റേറ്റ് ടൈം ആയില്ലല്ലോ, ഇപ്പോ 10:30 1:30 സമയം ഉണ്ടല്ലോ. അത് 11:30യോട് കൂടിയിട്ടാണ് ഫിജി ആളുകളെ സ്റ്റേഡിയത്തിലേക്ക് കടത്തി തുടങ്ങുക. ആ സമയം ആകുമ്പോഴേക്കെങ്കിലും ടിക്കറ്റ് റിസർവ് ചെയ്തവർ ഉൾപ്പെടെ ഒരു പകുതി സീറ്റെങ്കിലും ഒരു പകുതി സീറ്റെങ്കിലും ഫില്ലായിട്ട് ഇന്ത്യയുടെ കളി കാണാനായിട്ട് ആളുകൾ എത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അത്തരമൊരു സാഹചര്യമാണ് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന് മുന്നിലുള്ളത്. വരുന്ന സമയങ്ങളിൽ കൂടുതൽ ആൾക്കാർ എത്തുമെന്നൊരു പ്രതീക്ഷ നമുക്ക് പങ്കുവയ്ക്കാം.